കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഹരി വിമുക്തമാക്കാനുള്ള ലഹരി വിമുക്ത കർമ്മസേനയുടെ പേര്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ കർമ്മസേനയുടെ പേര് ആസാദ് എന്നതാണ് കേട്ടോ. 5 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാര്, 5 കിങ്ഡം വർഗീകരണം റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. റാങ്ക് മേക്കിംഗ് സീരീസുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ നല്ല ചോദ്യങ്ങളുമായിട്ട് വരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു. കുറേ പരീക്ഷകൾ വന്നു കഴിഞ്ഞു അല്ലെ. കുറെ അധികം പേർക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായിരുന്നു, അവർ കുറെ പേര് രക്ഷപ്പെട്ടു. ഇനി കുറെ പേര് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരോടും പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അർഹതപ്പെട്ടത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പക്ഷെ നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്, നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ നെഗറ്റീവ് വരുന്നുകളോ അതെല്ലാം മാറ്റി, എന്തൊക്കെ പോരായ്മയുണ്ടോ അതെല്ലാം മാറ്റിയെടുത്ത് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അല്ലാതെ നിങ്ങൾ എന്നും പഠിക്കുന്ന കണക്ക് പഴയ ഒരു രീതി കണക്ക് ആവരുത്. ഇപ്പോഴത്തെ രീതി എപ്പോഴും ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ സിലബസ് ഫ്രണ്ടിൽ കാണണം, എന്തൊക്കെ കവർ ചെയ്തു എന്ന് മനസ്സിലാക്കണം. പഴയ ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പഠിച്ചു എന്ന് ഉറപ്പുവരട്ടണം. പഞ്ചായത്ത് രാജിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉപദ്വീപ് നദികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതൊക്കെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് നടക്കുമെന്ന്. ഈ കേടുന്ന എല്ലാ സാധാരണക്കാർ തന്നെയാണ്. നമുക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും, അല്ലെങ്കിൽ കുറച്ചാള് നല്ല രീതി അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എല്ലാം മാറ്റിവെച്ച് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കയറി വരുന്നത്. ചിലപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങ് മടി വരും. നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങ് പഠിക്കുന്നുണ്ട് സാറേ, പിന്നെ അങ്ങ് മടിയാണ്. ബുക്ക് എടുക്കുമ്പോൾ അങ്ങ് മടി സാറേ, എടുക്കുമ്പോൾ പിന്നെ ഇതൊക്കെ നടക്കൂ എന്ന് പിന്നെ അങ്ങ് ക്ഷീണാൻ, അല്ലെങ്കിൽ ഞാൻ കട്ടിലെ പോയി കിടന്നങ്ങ് ഉറങ്ങും. ബുക്ക് എടുത്ത് ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ അങ്ങ് ചിന്താഗതിയാണ് സാറേ. എല്ലാവർക്കും ഒരുവിധം ചിലവർക്ക് ഉണ്ടാകുന്ന തോന്നലുകളാണ് അത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ പിന്തിരിപ്പിക്കുന്ന കുറെ നെഗറ്റീവ് ശക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ആ കടന്നു വരുന്നത് നിങ്ങൾ തിരിച്ച് പോസിറ്റീവ് ആക്കി മാറ്റണം. അങ്ങനെയുള്ളതിനെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റിയാൽ ഒരു കുഴപ്പവും വരത്തില്ലെന്നേ, നമ്മളെ കൊണ്ട് കഴിയുമെന്നേ. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അവര് പഠിച്ച് ജോലി നേടിയില്ലേ, അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ ആഗ്രഹം? നിങ്ങൾക്ക് അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതിനു മുമ്പ് വരുന്ന എല്ലാം നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന രീതിയിൽ ടോപ്പിക് അനുസരിച്ച് പഠിക്കുക. വലിയ ആനക്കാരിയൊന്നും അല്ല ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആ വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നില്ലേ, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ, നിങ്ങൾക്കും പ്രതീക്ഷകളില്ലേ? നല്ലൊരു ജോലി കിട്ടണമെന്ന് എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, നല്ലൊരു ജോലി കിട്ടണമെന്ന്. രാവിലെ പോയിട്ട് വൈകിട്ട് വരത്തക്ക രീതിയിലുള്ള ജോലി, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ജോലി എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നില്ലേ? ആ ആഗ്രഹങ്ങൾക്ക് വിരാമം ഇടണമെങ്കിൽ ആ പരീക്ഷ വിളിച്ച നാൾ മുതൽ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനും ഒക്കെ പഠിക്കുന്ന നാളത്തെ ഫുൾ ടൈം അങ്ങ് പഠിച്ചതാണ്. വേറെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ലായിരുന്നു. ചിലപ്പം കുറച്ച് താമസം എടുത്തതാണ്. ചിലപ്പോൾ അടുത്ത പരീക്ഷ ആയിരിക്കും നമുക്ക് വിധിച്ചത്. ചിലപ്പം നമ്മളെക്കാൾ ജൂനിയർകാർ ആദ്യമേ കയറി കാണും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അടുത്ത പരീക്ഷ, നിങ്ങളുടെ പരീക്ഷകൾ ഇതാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കിട്ടുമെന്നേ വേറെ. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരു ദിവസത്തിൽ ഇത്ര നേരം മാറ്റി വെക്കുക കേട്ടോ. പിന്നെ കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ കറണ്ട് അഫേഴ്സും പഠിക്കണം. കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫേഴ്സ് ഒരു 2 പേജോ 3 പേജോ വീതം ഒക്കെ മാറ്റി പഠിക്കാൻ ശ്രമിക്കും. വേറെ ഒന്നും കുഴപ്പമൊന്നും വരത്തില്ലെന്നേ. ഓരോരുത്തർക്കും ഈ ജോലി കിട്ടുന്നവർക്ക് ചോദിച്ചു നോക്കിയാൽ മതി. അവരുടെ ചെറിയ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പം തന്നെ അവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ കറക്റ്റ് ആയിട്ട് ടോപ്പിക് അനുസരിച്ച് പഠിച്ചു, പ്രത്യേക റിവിഷൻ നടത്തിയായിരുന്നു, പ്രത്യേക നോട്ട് തയ്യാറാക്കി, ചിലവർ പറയുന്നത് കേട്ടില്ലേ. അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്താണ്, വർഷങ്ങളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേക്ക്. അപ്പോഴത്തേക്ക് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കിലെയും വർഷങ്ങൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റ്. എന്നിട്ട് ഇടവിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ഇന്ന ടോപ്പിക്കിലെ വർഷങ്ങൾ ഇത് ഇത്രയും, കേരളത്തിലെ പ്രക്ഷോഭങ്ങളുടെ വർഷങ്ങൾ ഇത്രയും, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന വർഷങ്ങൾ ഇങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ അതങ്ങ് ടച്ച് ചെയ്യും. മറന്നു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അവിടെ മറന്നു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ മുമ്പിലേക്ക്, പിന്നെ നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ളവരൊക്കെ ചോദിക്കും, കുറെ നാളായില്ലേ പഠിക്കുന്നേ, അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങ് അസൂയായിരിക്കും. നിങ്ങൾ PSC-ലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അവ ഇപ്പം ജോലി നേടും, പിന്നെ വീട്ടിലെ അമ്മയെടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ എപ്പോഴും അവന് പരീക്ഷയൊന്നും ആയില്ലേ, അവൻ ലിസ്റ്റിലായോ, അവൻ ജോലി കയറിയോ, അവൻ കുറെ നാൾ പഠിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരിക്കും. 3 മാസം 6 മാസം ആവുമ്പോഴേ അങ്ങ് ചോദ്യമായിരിക്കും. പിന്നെ അവർ പറയാം, അവനെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്നേ, അവൻ വല്ല ഗൾഫിലെങ്ങാനും പോകാൻ പറ. ഇതൊക്കെ ആയിരിക്കും അവർ പറയുന്ന ഡയലോഗുകൾ. അവനെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്നേ, നമുക്കറിഞ്ഞൂടെ ഇത് എഴുതി റിസൾട്ട് വന്ന എത്ര നാൾ, ചിലപ്പോൾ ആദ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തതിന് എഴുതാൻ നിൽക്കുന്നു, അടുത്തത് എഴുതി അതിന്റെ റിസൾട്ട് വന്ന് അത് എടുത്തു തുടങ്ങുമ്പോൾ എത്ര നാൾ, അതുവരെ നമുക്ക്
നമുക്കറിയാം. പക്ഷെ ഇവർക്ക് അറിഞ്ഞൂടാ. അതൊക്കെ കുറെ അസൂയ ആൾക്കാരുണ്ടെന്ന് നമ്മുടെ ബന്ധുക്കളിൽ ഇടയിൽ തന്നെ കുറെ അസൂയക്കാരുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചത്, നിങ്ങളില്ലാത്തവനെ നമ്മൾ എന്തെങ്കിലും ഈ ഒരു പ്രായത്തിൽ ചില ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ PSCക്ക് പഠിക്കുകയായിരിക്കും ഫുൾ ടൈം. നമുക്കറിയാം നല്ലോണം പഠിക്കുകയാണ്, ചിലപ്പോൾ ആദ്യത്തെ കിട്ടിയില്ല. പക്ഷെ അവരുടെ ഫോൺ വിളിയിൽ അവ എന്തോ എടുക്കുന്നു. അപ്പൊ നമ്മുടെ അമ്മ പറയും അവ അകത്ത് പഠിക്കുകയാന്ന് തോന്നുന്നു. അവൻ കുറെ നാളായല്ലേ പഠിച്ചിട്ട്, ഇതുവരെ അവനൊന്നും ആയില്ലേ, എത്ര നാൾ കൊണ്ട് അവൻ പഠിക്കുന്നു, ഇനി എത്ര നാൾ എടുക്കും. പിന്നെ നമ്മൾ ഒന്നില്ല എന്നെങ്ങാണ് നമ്മൾ അമ്മയുടെ വായിൽ നിന്ന് അറിയാതെ അങ്ങ് വീണുപോയാൽ അവൻ ഇതൊന്നും നടക്കത്തില്ലെന്ന്. ചിലപ്പോൾ അവരെ വീട്ടിലെ തന്നെ ചർച്ചയായിരിക്കും. അവൻ ചുമ്മാതെ ബുക്ക്, അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു, അവൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു, ഇതെന്നും പറഞ്ഞ് ഇറങ്ങി തിരിക്കും. കുറച്ച് ആൾ അത് നോക്കും, അത് കളയും. ഇപ്പൊ ചിലതുകൊണ്ട് ഇല്ല കമ്പനിയിൽ ചെന്ന് കയറി അവൻ കുറച്ച് ആൾ അവിടെ നിന്ന് അതും കളഞ്ഞു. വേറൊരിടത്ത് പോയി വേറൊരു ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു, അവിടെയും കുറെ കളഞ്ഞു. അവൻ പണ്ടേ ഇങ്ങനെയാണെന്നേ. നമ്മുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഡയലോഗാണ് ഇത്. അവൻ പണ്ടേ ഇങ്ങനെയാന്ന്, അവൻ ഒന്നിലും പിടിച്ചു നിൽക്കത്തില്ല. എന്തിന് ചെറുക്കനാന്ന്. അന്ന് അവരുടെ മക്കളെ കുറിച്ച് അങ്ങ് ഭയങ്കര കാര്യങ്ങളായിരിക്കും. നമ്മളെ കാര്യങ്ങൾ തിരക്കാനും ഒക്കെ ഭയങ്കര, അത് ചിലപ്പോൾ ചില ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് മനസ്സിൽ പിടിച്ചെന്ന് വരത്തില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ എല്ലാവർക്കും ഒന്നും ഭയങ്കര വിഷമമായിരിക്കും. അവരങ്ങ് കളഞ്ഞ് എങ്ങനെങ്കിലും ഇവിടെ നാട്ടിൽ നിന്നെങ്കിലും അങ്ങ് പോയി രക്ഷപ്പെടാം എന്ന് വെച്ച് എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ടെന്നറിയാമോ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സംസാരം കേൾക്കണ്ടെന്ന് വെച്ച് ഗതികേട് കൊണ്ടങ്ങ് മറ്റ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇടും ഇൻസ്റ്റഗ്രാമിലും, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഗൾഫിൽ ഒക്കെ പോയി. സാറേ ഞാനങ്ങ് പോയി, വീട്ടിലെ അവസ്ഥ ശരിയാവത്തില്ല സാറേ, ഞാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇനി എനിക്ക് നാടും വീടുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നമുക്കൊരു പരിധിയുണ്ട്. പറഞ്ഞോടാ, ഇത് പിടിച്ചു നിന്നൂടായിരുന്നോടാ, ഇനി മുമ്പിൽ വരുന്നില്ല, ഇത്രയും നീ പഠിച്ചില്ലായിരുന്നോ, ഇവിടം വരെ നീ പഠിച്ചെത്തിയില്ലായിരുന്നു, അപ്പൊ നിനക്ക് ഒരു ലെവലായി. ചിലപ്പം അടുത്ത പരീക്ഷയായിരിക്കും, വേണ്ട സാറേ ഞാൻ നിൽക്കുന്നില്ല, ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ, വീട്ടിലെ സാഹചര്യം മൂലം പോകുന്ന കുറേ പേരുണ്ട്. വീട്ടിലെ സാഹചര്യം മൂലം അങ്ങ് പോകുന്ന. പിന്നെ ചില പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികളും അങ്ങ് പഠിച്ചു നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള പെൺകുട്ടികൾ പഠിച്ചു, പക്ഷെ പിന്നെ ഇപ്പം പ്രൈവറ്റ് ജോലിക്ക് അങ്ങ് ചെന്ന് കയറി പോകുന്നുണ്ട്. 10 രൂപ തികച്ചു കൊടുക്കാത്തടത്തുണ്ട്. 10 രൂപ തികച്ച്. ഞാൻ എടുത്ത കാലത്ത് ഇവിടെ ഒരു പള്ളിമുക്കില് കോളയത്തോട് ആ ഭാഗത്തെ ഒരു കടയിൽ ചെന്നപ്പോൾ പണ്ട് വീട്ടിൽ പഠിച്ച ഒരു പയ്യനാ. ഞാൻ അന്നേരം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ ആകെ കിട്ടുന്നത് 9,000 രൂപയാണ്. അതിൽ എന്താണ്ടൊക്കെ പിടുത്തവും കഴിഞ്ഞ് രാവിലെ 9 കയറിയ രാത്രി 9 ഇറങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ആ ഒരു 9 എന്ന് പറഞ്ഞാൽ പിന്നെ അടുക്കി പറക്കി ഇറങ്ങുമ്പോഴത്തേക്ക് ലോഡ് വരുമ്പോൾ പിന്നെയും നിൽക്കണം സാറേ, 10:30-11 മണിയാവും. ഞാൻ പറഞ്ഞു എന്നാൽ രാവിലെയെങ്കിലും എണീച്ച് നോക്കുന്നുണ്ട് സാറേ, പറ്റുന്ന കണക്ക്. സാറിന്റെ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റാത്ത എന്റെ വിഷമം മാത്രമേ ഉള്ളൂ, പറ്റുന്ന കണക്ക് നോക്കുന്നു സാറേ. ഈ LGS എങ്കിൽ ഇച്ചിരിച്ചേ പഠിക്കണം. ഞാൻ പറഞ്ഞാ വലിയ കോമ്പറ്റീഷനാണ്, നീ വിചാരിക്കും ഇച്ചിരി നേരം രാവിലെ ഇരുന്ന് പഠിക്കാൻ, നീ എന്നാലും ശ്രമിക്കും മാക്സിമം. വന്നിട്ടായാലും ഓരോ ദിവസവും നിനക്ക് വാശിയോടുകൂടി സമയം കണ്ടെത്തണമെന്ന് തോന്നും. അപ്പൊ നിനക്ക് സമയം നിന്റെ മുമ്പിലേക്ക് വരും കേട്ടോ. നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ സാഹചര്യം മൂലം ഇറങ്ങി തിരിച്ചതല്ലേ. അവൻ തന്നെ പറയുന്ന അമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട്, പക്ഷെ എന്റെ പൈസ കൊണ്ട് തികയത്തില്ല സാറേ എന്നൊക്കെ അവൻ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കും അങ്ങ് വിഷമം. എന്നാ ഞാൻ പറഞ്ഞു പോ, എന്നിട്ട് നീ എനിക്ക് മെസ്സേജ് ഇടും, പറ്റുന്ന കറണ്ട് അഫേഴ്സ് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം, നീ പഠിക്കും. നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അപ്പോഴേ എനിക്കൊരു മെസ്സേജ് ഇടുക, അണ്ണനോടൊന്ന് സംസാരിക്കണം, എനിക്ക് വയ്യണ്ണ എന്ന്. അവനെ ആ കടയിൽ ചെന്ന് ഞാൻ കണ്ടപ്പോഴേ ഒരു ജെൻസ് വെയറിന്റെ കടയിലാണ് എൻ്റെ അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആദ്യം സ്നേഹത്തോടെ, പിന്നെ കാര്യം പറഞ്ഞപ്പോഴാണ് മുതലാളി അങ്ങ് നിൽക്കുകയാണ് എൻ്റെ അടുത്ത്, കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ആ ക്ലാസ്സിന് വാടാ എന്നൊക്കെ പറഞ്ഞ്, വിഷമിക്കേണ്ട, നീ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞെണ്ണ, വേറെ വഴിയില്ലെണ്ണ, ഇതേ പറ്റൂ. ഇതാകുമ്പോൾ പിന്നെ എനിക്ക് വലിയ വേറെ കിളയിലും വെട്ടലോ അല്ലെങ്കിൽ വലിയ ജോലിയൊന്നും ചെയ്യാനും ഒക്കത്തില്ല. ഇതാകുമ്പോൾ ബുദ്ധിമുട്ടില്ല എണ്ണ, ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഓരോ വർഷം കൂടുമ്പോൾ 500 രൂപ കൂട്ടിയൊക്കെ തരും സാറേ എന്നൊക്കെ പറയൂ. അതൊക്കെ കേൾക്കുമ്പോൾ അവൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഇപ്പം ഞാൻ എപ്പോഴും അവനൊരു മെസ്സേജ് കൊടുക്കും, രാവിലെ ഹായ് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഇടാം. കാരണം നമ്മുടെ ഒരു സാറ് അവനെ നോക്കുന്നുണ്ടല്ലോ. എന്നിട്ട് 2 ടോപ്പിക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് വായിക്ക്. പിന്നെ യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ മാക്സിമം കേൾക്ക്, രാവിലേക്ക് എണീക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എത്ര പേര് നിങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞു, അതുപോലെ നിങ്ങൾക്കും എത്ര അനുഭവങ്ങളുള്ളതാണ്. ഓരോരുത്തരോടും പറയാണ്, പലർക്കും പല വ്യത്യസ്ത അനുഭവങ്ങൾ. അതിനെയൊക്കെ പിടിച്ചു നിൽക്കുക, തരണം ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു ലിസ്റ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും വാശി കൂടും, നിങ്ങളുടെ വീട്ടുകാർക്കും സന്തോഷമാവും. അവൻ പഠിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടല്ലോ, ലിസ്റ്റിൽ എത്തിച്ചേർന്നല്ലോ, അടുത്തതിൽ അവൻ ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്ന് അവനെ കാണും. പിന്നെ നിങ്ങളുടെ മുമ്പിൽ നല്ല പരീക്ഷകൾ വരുന്നില്ലേ, അതിനുവേണ്ടി ശ്രമിക്കുക. പക്ഷെ ശ്രമിച്ചാൽ ചുമ്മാ
വായിച്ചാൽ പോരാ, എല്ലാ ഭാഗവും ഒരേപോലെ മാക്സിമം പറ്റുന്നതാണ്. ചിലർക്ക് ഇംഗ്ലീഷും മാത്സും ഒന്നും അത്ര പറ്റത്തില്ല. ഇനി എന്താന്ന് പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന വാദോരാതെ പറയാം, ഇംഗ്ലീഷ് പഠിക്കണം, കണക്ക് പറയാം, പക്ഷെ അവർ കണക്കിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് കൊണ്ട് നടക്കത്തില്ല. കാരണം അങ്ങനെയാണ്, എല്ലായിടത്തും ചോദിക്കാൻ അവർക്ക് അറിയത്തില്ലല്ലോ. എല്ലാ സാറുമാരും എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ട് ആ കണക്കെനിക്ക് പറഞ്ഞു, ആ കണക്കെനിക്ക് പറഞ്ഞു, അവർക്കും ഒരു പരിധിയുണ്ട്. പിന്നെ ഇവർക്ക് ഇതുപോലെ ടൈമും ഇല്ല. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ആകെ ചിലപ്പോൾ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ സാറുമാരുടെ എൻട്രി ക്ലാസ്സുകൾ നോക്കിയോ ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് ഡൗട്ട് ചോദിക്കാനൊന്നും ടൈമില്ല. പക്ഷെ അവരോടൊക്കെ പറയുന്നത് കിട്ടുന്നത് മാക്സിമം ചെലവഴിക്കും, മാക്സിമം പഠിക്കുക, കവർ ചെയ്ത് സന്തോഷത്തോടെ എണീച്ച് സമയം കണ്ടെത്തി പഠിക്കുക. ദൈവം എവിടെങ്കിലും കാത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സ് പഠിക്കരുത്. പഠിച്ച് പകുതി നിർത്തി പിന്നെ സമയമാകുമ്പോൾ വീണ്ടും ഇറങ്ങുന്നതാണ് ഈ കുഴപ്പം വരുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. മുമ്പിൽ വരുന്ന ഏതെങ്കിലും പരീക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കേട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും. നമുക്ക് ഇന്നത്തെ റാങ്ക് മേക്കിംഗ് സീരീസ് ഒക്കെ ഒന്ന് നോക്കാം. ഒന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റിപ്പോർട്ട് എഴുതിയേക്കെ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനും രണ്ടാം സ്ഥാനം ഡെൻമാർക്കിനുമായിരുന്നു കേട്ടോ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ഒന്നാം സ്ഥാനം ആരാ? ഫിൻലാൻഡ് ഒക്കെ നടന്നുണ്ടോ? പാതിരാ സൂര്യന്റെ നാട് എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട് നമുക്ക്, നോർവേയും ഫിൻലാൻഡും. ഏറ്റവും കറക്റ്റ് പറയേണ്ടത് നോർവേ ആണ്, പാതിരാ സൂര്യന്റെ. പിന്നെ ഫിൻലാൻഡും ഈ 6 മാസം പകലും 6 മാസം ദൈർഘ്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഫിൻലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതിയിൽ ഏത് രാജ്യത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ. എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിൽ ഏത് രാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഫിൻലാൻഡിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2021 ഇന്ത്യയുടെ സ്ഥാനം എത്ര? 126. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ് രണ്ടാം സ്ഥാനം. അപ്പൊ ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നോക്ക്, മാനവ വികസന സൂചികയിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം 132 ആണ്. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡുകാർക്കാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കിയത് നമ്മുടെ ഇന്ത്യക്കാരൻ അമർത്യാസനും പാകിസ്ഥാൻകാരനായ മെഹബൂബ് ഉൾ ഹക്കും കൂടെ ചേർന്നാണ്. മെഹബൂബ് ഉൾ ഹക്ക് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന മാനവ വികസന സൂചികയൊക്കെ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതായിരുന്നു? അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 നോബൽ സമ്മാനവും 99 അദ്ദേഹത്തിന് ഭാരതരത്നവും ലഭിക്കുന്നത് അല്ലെ. അമർത്യാസന് നോബൽ സമ്മാനം കിട്ടിയത് ഏത് വിഷയത്തിനാണ്? ബംഗാൾ ക്ഷാമം. എക്കണോമിക്സിൽ ബംഗാൾ ക്ഷാമത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പൊ 98 അമർത്യാസന് നോബൽ സമ്മാനം കിട്ടിയത്. അമർത്യാസൻ അമർത്യ എന്ന പേര് കൊടുത്തത് ആരാ? അമർത്യ എന്ന പേര് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ആ പേര് കൊടുത്തത്. അമർത്യാസന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർമ്മയുണ്ടോ? കൃതികളൊക്കെ നല്ല ക്വസ്റ്റ്യൻ. നമ്മുടെ പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻസ്, ഇതൊക്കെ അമർത്യാസന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊക്കെയാണ് പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻസ്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. ഇതൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെ? അമർത്യാസന്റെയാണ്. അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 98. 92 പേർക്ക് നോബൽ സമ്മാനം നമുക്ക് എക്കണോമിക്സിൽ ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. 2019 അഭിജിത്ത് ബാനർജി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കൂടെ. അതുകൊണ്ട് എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ദമ്പതികൾ എന്ന് വിളിക്കുന്നത് അഭിജിത്ത് ബാനർജിയും എസ്തഫാർ ഡുപ്ലെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കൂടെ ചേർന്നാണ്. ആദ്യത്തെ എക്കണോമിക്സിന് ദമ്പതികൾ കിട്ടുന്നത് ഈ 2019 ആയിരുന്നു. അതും ഒരു ഇന്ത്യൻ വംശജനാണ്. ഇപ്പൊ അമേരിക്കൻ പൗരത്വമാണ് അവർക്കുള്ളത്, അഭിജിത്ത് ബാനർജിക്കുള്ളത്. ആഗോള ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പം അഭിജിത്ത് ബാനർജിക്ക് 2019 അമർത്യാസൻ ഏത് വർഷമാണ്? 1998 ഏതായിരുന്നു? ബംഗാൾ ക്ഷാമത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ബംഗാൾ ക്ഷാമവുമായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആഗോള ഭൗതിക സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കക്കാരാണ്. ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. ഭൗതിക സൂചികയിലെ ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 കിടക്കുകയാണ്. ഒന്നാം സ്ഥാനം നോർവേക്കാണ്. ലോക മത്സരക്ഷമതാ സൂചികയിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം 40. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ് അത് കിടക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് സോണൽ കൗൺസിൽ ഉണ്ട്. ഇന്ത്യയെ പ്രധാനമായിട്ടും സോണൽ കൗൺസിലുകളായിട്ട് മാറ്റി. ചിലപ്പോൾ ആസ്ഥാനം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. സദേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം ചെന്നൈ കേട്ടോ. അപ്പൊ ഇന്ത്യയെ സോണൽ കൗൺസിലുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ സോണൽ, അതായത് സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേരുന്നത് ചെന്നൈ. സദേൺ സോണൽ കൗൺസിൽ ആകുമ്പോൾ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവരെല്ലാരും കൂടെ ചേരുന്ന, പുതുച്ചേരി, ഇവരെല്ലാരും കൂടെ ചേരുന്ന സദേൺ സോണൽ കൗൺസിൽ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേരുന്നതാണ് സോണൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതിന്റെ ആസ്ഥാനങ്ങൾ നല്ലോണം പഠിച്ചു വെച്ചേ. സദേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം ചെന്നൈ ആണ് കേട്ടോ. ചെന്നൈയിലാണ് സദേൺ സോണൽ കൗൺസിൽ. നോർത്തേൺ സോണൽ കൗൺസിൽ ന്യൂഡൽഹി, ഈസ്റ്റേൺ സോണൽ കൗൺസിൽ കൊൽക്കത്തയിലാണ്. സദേൺ സോണൽ കൗൺസിൽ ചെന്നൈ, നോർത്തേൺ
സോണൽ കൗൺസിൽ ന്യൂഡൽഹി, ഈസ്റ്റേൺ സോണൽ കൗൺസിൽ എവിടെയാ? കൊൽക്കത്തയിലാണ്. വെസ്റ്റേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം മുംബൈ. ഇതും പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ സോണൽ കൗൺസിൽ മുംബൈ, സെൻട്രൽ സോണൽ കൗൺസിൽ അലഹബാദിലാണ്. നോർത്ത് ഈസ്റ്റേൺ സോണൽ കൗൺസിൽ ഷില്ലോങ് ആണ്. നോർത്ത് ഈസ്റ്റേൺ സോണൽ കൗൺസിൽ എവിടെ? ഷില്ലോങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷില്ലോങ് എന്തോ പഠിച്ചിട്ടുള്ളത്? ആസാ റൈഫിൾസിന്റെ ആസ്ഥാനമല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമല്ലേ ഇവിടെ ആസാ റൈഫിൾസ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമായ ആസാ റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയാ? മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് ആണ്. മേഘാലയയിലാണ് അല്ലെ? മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. മേഘാലയ എന്താ? കാസി കാരോ കുന്നുകൾ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കാസി കാരോ കുന്നുകൾ മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻഡ്രം മേഘാലയയിലെ, ചിറാപുഞ്ചി മേഘാലയയില. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻഡ്രം എവിടെയെന്ന് ചോദിച്ചാലും മേഘാലയ. അവിടുത്തെ കുന്നുകൾ ഏതാണ്? കാസി കാരോ കുന്നുകൾ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കണേ. വെസ്റ്റേൺ സോണൽ കൗൺസിൽ മുംബൈയിലാണ്. സെൻട്രൽ സോണൽ കൗൺസിൽ എവിടെയാ? അലഹബാദിലാണ്. അലഹബാദ്. നോർത്ത് ഈസ്റ്റേൺ സോണൽ കൗൺസിലും കൂടെ ഉണ്ട്. ഷില്ലോങ് ആണ്. നമ്മൾ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നത് 56 തെറ്റിപ്പോരുത്. എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് 53. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് അല്ലെ? ഫസൽ അലി കമ്മീഷൻ എന്നല്ലേ? മൂന്ന് പേര് ആരൊക്കെയായിരുന്നു അത്? 1 ഫസൽ അലി, 2 സർദാർ KM പണിക്കർ, 3 HM ഖുസ്രു എന്ന് പറയുന്ന ആള്. സർദാർ KM പണിക്കർ, ഫസൽ അലി, HM ഖുസ്രു ആയിരുന്നു ഏതാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 53 വരുന്നത് അല്ലെ? അവർ 55 റിപ്പോർട്ട് സമർപ്പിച്ചു. അതുകൊണ്ട് സംസ്ഥാന പുനഃസംഘടന റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ 55 പറയേണ്ടത്. 56 എന്ത് വരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത് 56. അങ്ങനെ എത്ര സംസ്ഥാനങ്ങൾ വന്നു? 14 സംസ്ഥാനങ്ങൾ വന്നായിരുന്നു കേട്ടോ. 14 സംസ്ഥാനങ്ങളാണ് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട്. അന്ന് 14 സംസ്ഥാനങ്ങളാണ് നമുക്ക് വരുന്നത്. ചെയർമാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. ചെയർമാൻ എപ്പോഴും ആരായിരിക്കട്ടെ? കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരിക്കും ഈ സോണൽ കൗൺസിലിന്റെയൊക്കെ ചെയർമാൻ. അപ്പൊ 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരമാണ് ഇത് വരുന്നത്. വൈസ് ചെയർമാൻ എപ്പോഴും മാറും. വർഷം തോറും ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരായിരിക്കണം വൈസ് ചെയർമാനായിട്ട്. എത്ര സോണൽ കൗൺസിൽ ഉണ്ടെങ്കിൽ നമുക്ക് 6 സോണൽ കൗൺസിലുകളാണ് ഉള്ളത്. ഓക്കെ, രൂപീകരിക്കാൻ എങ്ങനെയാണ് സോണൽ കൗൺസിലുകൾ രൂപീകരിക്കുന്നത്? ഒന്ന്, രാജ്യത്തിന്റെ സ്വാഭാവിക വിഭജനം വെച്ചാണ് ഒന്ന് രൂപീകരിച്ചത്. പിന്നെ നദീ സംവിധാനങ്ങളും ആശയവിനിമയങ്ങളും നോക്കും. ഓരോ ഏരിയയിലെ നദീ സംവിധാനം എവിടം വരെ, ആശയവിനിമയ മാർഗങ്ങൾ. പിന്നെ സാംസ്കാരികവും ഭാഷാപരവുമായ ഒരു ബന്ധം ഇതിന് രൂപീകരിക്കാൻ കാരണമാവും. സാമ്പത്തിക വികസനം, സുരക്ഷ, ക്രമസമാധാനം എന്നിവയുടെ ആവശ്യകതകളും ഇതിലൂടെ മനസ്സിലാക്കാം. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ വിദ്യാർത്ഥികളിടയിൽ ലഹരി ഉപയോഗം തടയാനായി ആരംഭിച്ച ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്ന പദ്ധതിയുടെ പേരെന്താണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാ? മമ്മൂട്ടി. മദ്യപാനത്തിനെതിരെ ബോധവൽക്കരണം, മയക്കുമരുന്ന് ദുരുപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരല്ലേ വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. അത് 2016 ആരംഭിച്ചത്. മദ്യപാനത്തിനെതിരായ ബോധവൽക്കരണം, മയക്കുമരുന്ന് ദുരുപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റ് പദ്ധതി എന്താ? വിമുക്തി മിഷൻ 2016 ആരംഭിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഹരി വിമുക്തമാക്കാനുള്ള ലഹരി വിമുക്ത കർമ്മസേനയുടെ പേര്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ കർമ്മസേനയുടെ പേര് ആസാദ് എന്നതാണ് കേട്ടോ. ഏജന്റ് ഫോർ സോഷ്യൽ അവയർനെസ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നാണ് ആസാദ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി വിമുക്തമാക്കാനുള്ള ലഹരി വിമുക്ത കർമ്മസേനയുടെ പേരെന്താണ്? ആസാദ് എന്ന് പറയുന്നത്. ലഹരി വിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനാണ് ബോധപൂർണിമ എന്ന് വിളിക്കുന്നത്. അതും പഠിച്ചിട്ട് കയറണേ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി വിമുക്തമാക്കാനുള്ള ലഹരി വിമുക്ത കർമ്മസേന ഏതാ? ആസാദ്. ലഹരി വിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിന്റെ പേരെന്താ? ബോധപൂർണിമ. അതൊന്ന് ഓർത്ത് വെക്കണേ. ഇനി വിന്ധ്യ സത്പുര പർവ്വതനിരയുണ്ടല്ലോ, ഇത് പലരും തെറ്റിക്കുന്നുണ്ട്. വിന്ധ്യ സത്പുര പർവ്വതനിര ഏതൊക്കെ സംസ്ഥാനങ്ങൾ? അതിൽ വിന്ധ്യ ഏത്, സത്പുര ഏത്? തെറ്റാതെ പഠിക്കണേ. വിന്ധ്യ 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെയാണെന്നറിയാമോ? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. അപ്പൊ വിന്ധ്യ പർവ്വതം ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയിലൂടെ വിന്ധ്യ പർവ്വതനിര. അപ്പം ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നു. പശ്ചിമഘട്ടം പൂർവ്വഘട്ടവുമായി ബന്ധിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഈ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ അതൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഉപദ്വീപീയ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിന്ധ്യ പർവ്വതനിര. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് കിടക്കുന്നു? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. സത്പുര ഒരാളും കൂടെ വരും. ആരൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഇവിടെ ആര് വരണ്ട? രാജസ്ഥാൻ കയറി വരണ്ട, ഛത്തീസ്ഗഡ് കയറി വരണം.
കയറി വരണം. അപ്പൊ സത്പുര പർവ്വതനിര 4 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. വിന്ധ്യ പർവ്വതനിരയോ? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ വിന്ധ്യ പർവ്വതനിര. സത്പുരയാകുമ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. അത് എത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത നോക്കാം. ജീവികളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും രണ്ടായി തിരിച്ച വ്യക്തിയുടെ പേര്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന LP-UP പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. കാൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് കാൾ ലിനേയസ് അല്ലേ പറയേണ്ടത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് കാൾ ലിനേയസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് ജീവികളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും രണ്ടായി തിരിച്ചതാര്? കാൾ ലിനേയസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടാറുണ്ട്. ജീവികളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും രണ്ടായി തിരിച്ചതാരാ? കാൾ ലിനേയസ് ആയിരുന്നു. 6 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. 6 കിങ്ഡം വർഗീകരണത്തിന്റെ കാൾ വൗസ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരെന്താ? കാൾ വൗസ്. 6 കിങ്ഡത്തിന്റെ പേര് കണ്ടോ? അനിമാലിയ, പ്ലാന്റ്, ഫംഗസ്, പ്രോട്ടിസ്റ്റ, ആർക്കിയ, മൊണീറ. അപ്പൊ അനിമാലിയ, പ്ലാന്റ്, ഫംഗസ്, പ്രോട്ടിസ്റ്റ, ആർക്കിയ, മൊണീറ. ഇതാണ് 6 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കേ, 5 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? 5 കിങ്ഡം വർഗീകരണം റോബർട്ട് H. വിറ്റാക്കർ എന്ന് പറയുന്നതാണ്. 5 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് H. വിറ്റാക്കർ. മൃഗങ്ങളെന്നും സസ്യങ്ങൾ, അനിമൽ, പ്ലാന്റ്, ഫംഗസുകൾ, പ്രോട്ടിസ്റ്റ, മൊണീറ, ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് 5 എണ്ണം. അപ്പൊ 5 കിങ്ഡം വർഗീകരണ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ റോബർട്ട് H. വിറ്റാക്കർ. 6 കിങ്ഡം വർഗീകരണ ശാസ്ത്രത്തിന്റെ പേര് പിതാവാരാണ്? കാൾ വൗസ് ആണ്. കാൾ വൗസ്. ഇതൊക്കെ ഉറപ്പായിട്ട് LD ക്ലർക്കിനൊക്കെ കയറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, വിത്തിനങ്ങൾ, വിത്തുള്ളവ, വിത്തില്ലാത്തത് എന്നൊക്കെ വേർതിരിച്ചത് ജോൺ ഡ്രേ ആണ്. സസ്യങ്ങളെ മരങ്ങളെന്നും കുറ്റിച്ചെടികളെന്നും ഔഷധ സസ്യങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചതാരാണ്? ജോൺ ഡ്രേ ആണ് അത് പറയേണ്ടത്. ഓക്കെ, അത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ആ വിഭജനം എല്ലാം നമ്മൾ പഠിച്ചേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി കാർട്ടൂണിസ്റ്റ് ആരാണ്? ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ കണ്ടതാണ്. ആദ്യത്തെ മലയാളി കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം. ഒരേ ഒരു കാർട്ടൂണിസ്റ്റിനെ കിട്ടിയിട്ടുള്ളൂ, അബു എബ്രഹാം. 1972 അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തായിരുന്നു. 7 മലയാളികൾ ഇതുവരെ ആയിട്ടുണ്ട്. ഒന്ന് സർദാർ KM പണിക്കർ. 1959 സർദാർ KM പണിക്കർ എന്നാണ്. 1959 അദ്ദേഹത്തിന് എന്ത് കിട്ടി? 59 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 1959. രണ്ടാമത്തത് ഡോക്ടർ G. രാമചന്ദ്രൻ. 64 സാമൂഹ്യ പ്രവർത്തകനായിരുന്നു കേട്ടോ, സാമൂഹ്യ പ്രവർത്തകൻ. അപ്പൊ ആദ്യം സർദാർ KM പണിക്കര്, രണ്ടാമത്തത് ഡോക്ടർ G. രാമചന്ദ്രൻ. സർദാർ KM പണിക്കര് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ നയതന്ത്രജ്ഞൻ, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഫേമസ് ആയിട്ടുണ്ട്. അപ്പം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളിയാര? സർദാർ KM പണിക്കർ. 59 നമ്മൾ പഠിച്ചിട്ടുണ്ട് സർദാർ KM പണിക്കരെ കുറിച്ച്. പഴശ്ശിരാജ് കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. നമ്മുടെ ഗാന്ധിജിയോടൊപ്പം വട്ടമേശ സമ്മേളനത്തിൽ പോയ മലയാളിയാര്? സർദാർ KM പണിക്കരാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കരാണ്. അതുപോലെ 2 ചൈനയിൽ എന്ന് പറയുന്ന പ്രശസ്ത കൃതി, ചൈനയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യയുടെ അംബാസിഡർ, പറങ്കി പടയാളികൾ, പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കി പടയാളികൾ എന്ന പ്രശസ്ത കൃതി എഴുതിയതാര്? ഇതൊക്കെ ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഡോക്ടർ G. രാമചന്ദ്രൻ പഠിച്ചു നോക്കണം. 64 സാമൂഹ്യ പ്രവർത്തകനാണ് ഡോക്ടർ G. രാമചന്ദ്രൻ. മൂന്നാമത്തെ ആരാന്ന് നോക്കാം. G. ശങ്കരക്കുറുപ്പ്. ഒരേ ഒരു കവി പോയിട്ടുണ്ട്. 1968 കവി G. ശങ്കരക്കുറുപ്പും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 65 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠം ലഭിക്കുന്നത് അല്ലെ. ജ്ഞാനപീഠം ലഭിക്കുന്നത് ഡോഡക്കുടൽ എന്ന കൃതിക്ക് 65 G. ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നുണ്ട്. പിന്നെ അബു എബ്രഹാം ആണ് 4ാമത് പോകുന്നത്, കാർട്ടൂണിസ്റ്റ്. പിന്നെ ഒരു കസ്തൂരി രംഗൻ, നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, ബഹിരാകാശ ചെയർമാനായ കസ്തൂരി രംഗൻ പോയിട്ടുണ്ട് കേട്ടോ. 2003 ശാസ്ത്രജ്ഞൻ എന്ന മേഖലയിൽ കേരളത്തിൽ നിന്ന് പോയത് K. കസ്തൂരി രംഗൻ. പിന്നെ സുരേഷ് ഗോപി പോയിട്ടുണ്ട് ചലച്ചിത്ര നടനായിട്ട്. PT ഉഷയാണ് ഇപ്പം പോയേക്കുന്നത് അല്ലെ. PT ഉഷ. MS സ്വാമിനാഥൻ പക്ഷെ മലയാളിയല്ല, അദ്ദേഹം തമിഴ്നാട്. MS സ്വാമിനാഥനും കഴിഞ്ഞ പ്രാവശ്യം പോയി, മലയാളിയല്ല, അദ്ദേഹം തമിഴ്നാടുകാരനാണ്. അപ്പൊ PT ഉഷ അത്ലറ്റിക് 2022 അവസാനം നിൽക്കുന്ന അവരാണ്. സുരേഷ് ഗോപി പോയി, കസ്തൂരി രംഗൻ പോയി, അബു എബ്രഹാം പോയി, G. ശങ്കരക്കുറുപ്പ് പോയി, പിന്നെ സർദാർ KM പണിക്കർ പോയി, G. രാമചന്ദ്രൻ പോയി അല്ലെ രാജ്യസഭയിലേക്ക്. എത്ര പേർക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം
ചെയ്യാം രാജ്യസഭയിലേക്ക് 12 പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. ആർട്ടിക്കിൾ 80 പ്രകാരമാണ് ഇങ്ങനെ നാമനിർദ്ദേശം നടക്കുന്നത്. ആർട്ടിക്കിൾ 80 പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ് കേട്ടോ. അപ്പൊ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ വ്യക്തിയുടെ പേരെന്താണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിത ചോദിച്ചാൽ രുക്മിണി ദേവി അരുണ്ടേലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഇന്ത്യയിലെ ആദ്യ വനിത ചോദിച്ചാൽ രുക്മിണി ദേവി അരുണ്ടേൽ. ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അത് ഈ അടുത്ത കാലത്ത് പോയതാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നോമിനേറ്റ് ചെയ്തു, അത് രഞ്ജൻ ഗൊഗോയി ആണ്, ഗൊഗോയി കേട്ടോ. അപ്പൊ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? രഞ്ജൻ ഗൊഗോയി. ആദ്യ കായിക താരം ദാരാ സിംഗ് ആണ് കേട്ടോ. ആദ്യ കായിക താരം ആരാ? ഗുസ്തിയിലെ ദാരാ സിംഗ്. ആദ്യ സിനിമാ നടൻ പൃഥ്വിരാജ് കപൂർ ആണ്. ആദ്യ സിനിമാ നടൻ ആരാ? പൃഥ്വിരാജ് കപൂർ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലാടി കൃഷ്ണസ്വാമി അയ്യര്, ഇന്ത്യയിൽ ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേല്, ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി, ആദ്യ കായിക താരം ദാരാ സിംഗ് ഗുസ്തിയില്, ആദ്യ സിനിമാ നടൻ പൃഥ്വിരാജ് കപൂർ. അത് എത്രയും നോക്കണേ. അപ്പൊ ആർട്ടിക്കിൾ 80 പ്രകാരമാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഖിലാഫത്ത് സ്മരണകൾ എന്ന പ്രശസ്ത കൃതി ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. കാരണം ഇദ്ദേഹത്തിന്റെ ജന്മനാട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഞാൻ കള്ളത്തരം പറയുന്നെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ഞാൻ ഈ ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്. അന്നേരം ഞാൻ ആലോചിച്ചു, ആകെ നമ്മൾ ഇത് പഠിക്കുന്നത് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി എഴുതിയത് ആര്? എന്ന ഇദ്ദേഹത്തിന്റെ ജന്മനാട്. ഇദ്ദേഹം നവോത്ഥാന നായകനായിരുന്നു കേട്ടോ. ആ സമയത്ത് മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് 1897 പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയിലാണ് ഇദ്ദേഹം ജനിച്ചത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ഏതാണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്നതാണ്. ഓർത്തു വെച്ചിരിക്കണേ. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങളുടെ ഉപജ്ഞാതാവ് നമ്മുടെ TK മാധവനാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ഇദ്ദേഹമല്ലേ? വൈക്കം സത്യാഗ്രഹ നേതാവ് 1923 INC-യുടെ കാക്കിനാട സമ്മേളനം നടന്നില്ലേ ഇവിടെ? INC-യുടെ അവിടെ പോയി വൈക്കം സത്യാഗ്രഹത്തിനോട് മുന്നോടിയായി പ്രമേയം അവതരിപ്പിച്ച മലയാളി ആരെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അത് നമ്മുടെ TK മാധവനാണ്. അപ്പം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിന് വേണ്ടി പ്രമേയം അവതരിപ്പിച്ച മലയാളി ആരാണ്? 1923 കാക്കിനാട സമ്മേളനത്തിൽ TK മാധവനാണ്. പ്രധാന കൃതി ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞ നല്ലൊരു കൃതി അദ്ദേഹത്തിനുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ഇദ്ദേഹമാണ്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നു? TK മാധവൻ. എന്നാ വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. സവർണജാഥ നയിച്ചതാരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ അല്ലെ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താ? എന്റെ ജീവിത സ്മരണകൾ. സവർണജാഥ നയിച്ചത് ഇദ്ദേഹമല്ലേ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ അല്ലെ. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലേ? ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം അല്ല, നമ്മുടെ മന്നത്ത് പത്മനാഭൻ നടത്തിയ ഒരു പ്രസംഗം 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആരാന്ന് ചോദിച്ചിട്ടില്ലേ? പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 59 വിമോചന സമരം നടത്തിയത് മന്നത്ത് പത്മനാഭൻ അല്ലേ? ആണ്. 1959 വിമോചന സമരം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അത് ഇത്രയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ചത്? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. അദ്ദേഹമല്ലേ NSS സ്ഥാപിച്ചത്? NSS ഏത് വർഷമാണ് NSS സ്ഥാപിക്കുന്നത്? 1914 NSS സ്ഥാപിക്കുന്നത്. ആദ്യകാല നാമം എന്താ? NSSന്റെ ആദ്യകാല നാമം നമ്മുടെ NSSന്റെ ആദ്യകാല നാമം നമുക്ക് ചോദിച്ചാൽ നായർ ഭൃത്യജന സംഘം അല്ലെ. നായർ ഭൃത്യജന സംഘം എന്നാണ് 1914 NSS സ്ഥാപിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. മന്നത്ത് പത്മനാഭനാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ബേസ് ഒക്കെ ഇട്ടുണ്ട്. ഓക്കെ, ഓരോ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.